Good morning. KTU Syllabus പ്രകാരമുള്ള Module 5-ന്റെ contents ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. Site investigation, soil exploration, methods of subsurface exploration, standard penetration test, sampling, boring log, soil profile, location of water table, പിന്നെ geophysical methods. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത്. ഇൻ ഷോർട്ട്, ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഒരു സൈറ്റിൽ തുടങ്ങുന്നതിന് മുമ്പ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൽ നിന്നും കിട്ടുന്ന ഡേറ്റ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ റെക്കമെൻഡേഷൻ, ഫൗണ്ടേഷൻ ഡിസൈൻ, അതിനുശേഷം സൂപ്പർ സ്ട്രക്ചർ ഡിസൈൻ, ഇങ്ങനെയാണ് അതിൻ്റെ സ്കീം പോകുന്നത്. ഈ പറയുന്ന സ്കീമിൽ ആദ്യം വരുന്നതായ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ, അതിനകത്ത് റെക്കഗ്നൈസൻസ് സർവേ, പ്ലാനിങ്, എങ്ങനെ എത്ര ഡെപ്തിൽ എടുക്കണം, എത്ര സ്പേസിങ്ങിൽ എടുക്കണം, സോയിൽ സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങൾ ആണ് ആദ്യത്തെ ഭാഗത്തിനകത്തുള്ളത്. പിന്നീട് വരുന്നതിനകത്ത് മെത്തേഡ്സ്, ഒരു 4 മെത്തേഡ്സേ നമ്മുടെ സിലബസിലുള്ളൂ. ടെസ്റ്റ് പിറ്റ്, ഓഗർ ബോറിംഗ്, വാഷ് ബോറിംഗ്, റോഡ് ഫ്രീ ഡ്രില്ലിംഗ്. ഇതിലധികം മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ സിലബസ് പ്രകാരം ഇത്രയും മെത്തേഡ്സേ ഉള്ളൂ. അതിനുശേഷം സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റും അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് 1-2 നമ്മുടെ സിലബസിലുണ്ട്. അതിനുശേഷം സാമ്പിളിങ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് സാമ്പിൾസ് ആണ് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്, സാമ്പിളേഴ്സ് ഏതൊക്കെയാണ്, ആ സാമ്പിളർ യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം, ഇത്രയും കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ബോർഹോൾ എടുത്ത് കിട്ടുന്ന ബോറിംഗ് ലോഗ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഷീറ്റ് ഉണ്ട്. പല ബോറിംഗ് ലോഗുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന സോയിൽ പ്രൊഫൈലുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ടർ ടേബിൾ, ഒരു സൈറ്റിലെ വാട്ടർ ടേബിൾ എങ്ങനെ അസേർട്ടൺ ചെയ്യാം എന്നുള്ളതാണ്. അതിനുശേഷം ജിയോ ഫിസിക്കൽ മെത്തേഡ്, അതായത് സോയിലിൻ്റെ പല സ്ട്രാറ്റ ഉണ്ട്, ആ സ്ട്രാറ്റ നമുക്ക് എങ്ങനെ നോൺ ഡിസ്ട്രക്റ്റീവായിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതും ആണ് സിലബസിനകത്തുള്ളത്. ഇനി ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിലോ, അല്ലെങ്കിൽ റോഡ് ആണെങ്കിലോ, വേറെ എന്തെങ്കിലും ഒരു സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു എക്സ്കവേഷൻ ആണെങ്കിലോ, എന്തൊക്കെയാണ് നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഒന്ന്, ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും കിട്ടും. 2, സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി. നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡ് മോഡ്യൂളിലൊക്കെ കവർ ചെയ്തിട്ടുള്ള സോയിലിൻ്റെ എഞ്ചിനീയറിംഗ് ഇൻഡെക്സ് പ്രോപ്പർട്ടിയിൽ നിന്നും ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ. സെറ്റിൽമെൻറ്റ് എത്രയാകാമെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ. സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും കിട്ടുന്ന ഡേറ്റാ ബേസ് ചെയ്തിട്ട് സെറ്റിൽമെൻറ്റ് എത്രയാകാം എന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയായിരിക്കും ആ പെർട്ടിക്കുലർ സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട്. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ സൈറ്റിലുള്ള സ്ട്രക്ചർ, അതിൻ്റെ സേഫ്റ്റി, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഉള്ള ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. സോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല, ഇനിയുണ്ട്. ഇൻ ഷോർട്ട്, ഇത്രയൊക്കെയാണ് സാധാരണ ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി പ്ലാനിങ് സ്റ്റേജിൽ, സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ, ദ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ദ വേരിയബിലിറ്റി ഓഫ് ദ സ്ട്രാറ്റ. എന്ത് സ്ട്രക്ചറാണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്? 3 നില കെട്ടിടമാണോ, 10 നില കെട്ടിടമാണോ, അതല്ല ഒരു റോഡാണോ, അതല്ല ഒരു എക്സ്കവേഷൻ നടത്താനാണോ പോകുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങൾക്കനുസരിച്ച് എത്ര ഡെപ്തിൽ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ, പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട് എന്നുള്ളത് പറയും. അതേപോലെ തന്നെ വേരിയബിലിറ്റി ഓഫ് ദ സ്ട്രാറ്റ. സോയിൽ എന്ന് പറയുന്നത് വളരെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള പല സ്ട്രാറ്റ കൂടി ചേർന്നിട്ടുള്ളതാണ്. പക്ഷെ ചില കേസിൽ കുറച്ചധികം യൂണിഫോമിറ്റി കാണുന്ന കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, മറൈൻ ക്ലേ എന്ന് പറയുന്ന മറൈൻ ക്ലേ ഉള്ള ഡെപ്പോസിറ്റൊക്കെ ആണെങ്കിൽ ചില കേസിൽ ഒരു 4 മീറ്ററൊക്കെ യൂണിഫോം ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. നേരെ മറിച്ച് ഓൺ ഷോർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനകത്തോട്ടൊക്കെ ആണെങ്കിൽ സ്ട്രാറ്റ വേരിയബിൾ ആയിരിക്കാം. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും ടൈപ്പ് ഓഫ് ദ സ്ട്രക്ചറും സ്ട്രാറ്റയുടെ വേരിയബിലിറ്റിക്ക് അനുസരിച്ചും പ്ലാനിങ് ഓർഗനൈസ് ചെയ്യണം. പിന്നെയുള്ളത് എക്കണോമിക് ആസ്പെക്ട്സ് ഓൾസോ ഗവേൺസ് എ പ്രോഗ്രാം. എത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും
ഈ സബ്സർഫസ് എക്സ്പ്ലോറേഷനിലേക്ക് എന്നുള്ളതും പ്ലാനിങ്ങിനെ ബാധിക്കും. മോർ ഡീറ്റെയിൽ ദി എക്സ്പ്ലോറേഷൻ, മോർ കോൺഫിഡൻറ്റ് വിൽ ദ ഡിസൈൻ ബി. എത്രത്തോളം സൂക്ഷ്മമായിട്ട് പാരാമീറ്റേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത്രത്തോളം റിഫൈൻഡ് ആയിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഒട്ടുമേ സൂക്ഷ്മമല്ലാത്ത വളരെ വെയ്ഗ് ആയിട്ടുള്ള ഐഡിയ മാത്രമേ നമുക്ക് സോയിലിനെ പറ്റി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഡിസൈൻസ് അതിനനുസരിച്ച് യൂഷ്വലി ഓഫ് ദ മാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റഡോ അല്ലെങ്കിൽ ഓവർ എസ്റ്റിമേറ്റഡോ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും. അപ്പം the more refined your soil exploration is, the more details you will be able to fetch out of the investigation program, and in that case more confident will the design be. Pinnid the investment on the exploration should not outweigh the savings of the project cost. Usually 0.1 to 1% of the total project cost ആണ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദ എക്സ്പ്ലോറേഷൻ ഷുഡ് നോട്ട് ഔട്ട്വേ ദ സേവിങ് കോസ്റ്റ്, സേവിങ് ഇൻ ദ പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഡിസൈൻ വന്നു കഴിഞ്ഞാൽ, കേസ് നമ്പർ 1 റിഫൈൻഡ് അല്ലാത്തൊരു ഒരു കൺസ്ട്രക്ഷൻ ഡിസൈൻ, കേസ് നമ്പർ 2 റിഫൈൻഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഡിസൈൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ സോയിൽ എക്സ്പ്ലോറേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ അപ്രോക്സിമേറ്റ് മെത്തേഡിലുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കേസിൽ സോയിൽ എക്സ്പ്ലോറേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഡിസൈനാണ്, കുറച്ച് സേവിങ്സ് ഉണ്ട് താനും. പക്ഷേ ഈ റിഫൈൻമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യു കനോട്ട് ഗോ ഓൺ ആൻഡ് എക്സ്പ്ലോറിങ് ദ സോയിൽ എക്സ്പ്ലോറേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് കാരണം പ്രോജക്റ്റ് കോസ്റ്റിലുണ്ടാകുന്ന സേവിങ് കുറയാൻ പാടില്ല. അപ്പോൾ ദർ ഷുഡ് ബി സം ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു തിങ്സ്. ഇനി സ്റ്റേജസ് ഓഫ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് റെക്കഗ്നൈസൻസ് ഉണ്ട്. റെക്കഗ്നൈസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് യു വിസിറ്റ് ദ സൈറ്റ്, സ്റ്റഡി ദ മാപ്സ് ആൻഡ് ഡിസൈഡ് ദ പ്രോഗ്രാംസ്. അതിനുശേഷം പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ഉണ്ട്. പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ്റെ അകത്ത് ഡെപ്ത് ഡിറ്റർമൈൻ ചെയ്യാനും എക്സ്റ്റെൻറ്റ് ആൻഡ് തിക്നെസ് ഓഫ് ഈച്ച് ലെയർസ് ഡിറ്റർമൈൻ ചെയ്യാനുമാണ് ആ സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ഏതെങ്കിലും സൈറ്റിൽ ബെഡ് റോക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പാറ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതും പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ സ്റ്റേജിലാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോറേഷനിലാണ് സോയിലിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതായത് സോയില് കളക്ട് ചെയ്യും, സൈറ്റിൽ നിന്നും ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും, എക്സെട്ര. ഈ 3 സ്റ്റേജസിലൂടെയാണ് ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാം പോകാറുള്ളത്. Guidelines for depth of exploration. Depth of exploration depends on the degree of variation of the subsurface profile. അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിൻ്റെ താഴെ വരുന്ന മണ്ണിന് എത്രത്തോളം വേരിയേഷൻ ഉണ്ടോ അതിനനുസരിച്ച് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ മാറും. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഫ്ലുവൻസ് സോൺ ഓഫ് ദ സ്ട്രക്ചർ പ്ലാന്റ്. ഹെവി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പർ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം വേണം. നേരെ മറിച്ച് ലൈറ്റ് സ്ട്രക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പെർഹാപ്സ് ഒരു 2-3 മീറ്റർ ബിലോ ദ ഫൗണ്ടേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ മതിയായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ സോയിലിൻ്റെ വേരിയബിലിറ്റിയും സ്ട്രക്ചറിൻ്റെ നേച്ചറും അനുസരിച്ചാണ് നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ്റെ എക്സ്റ്റെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അധികം വേരിയേഷൻ ഇല്ലാത്ത ഒരു സബ്സർഫസ് പ്രൊഫൈലാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫുട്ടിങ്ങിൻ്റെ ലെവലിൽ നിന്നും അധികം ഡീപ്പായിട്ട് പോകേണ്ടി വരില്ല. കാര്യം അതിൻ്റെ താഴേക്കും ഇതേപോലെയുള്ള സോയിൽ പ്രൊഫൈലാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള അഷ്യൂറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡീപ്പറായിട്ട് പോകേണ്ട കാര്യമില്ല. നേരെ മറിച്ച് വേരിയബിൾ സ്ട്രാറ്റയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ സൈഡിലുള്ള കട്ടിങ് വഴിയോ അല്ലെങ്കിൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ബാക്കപ്പ് ഡേറ്റ വെച്ചിട്ടോ നിങ്ങൾക്ക് വേരിയബിൾ സ്ട്രാറ്റയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഡീപ്പർ ഡെപ്തിലേക്ക് പോകേണ്ടി വരും. അതേപോലെ തന്നെ സോൺ ഓഫ് ഇൻഫ്ലുവൻസ്, സ്ട്രക്ചറിൻ്റെ സോൺ ഓഫ് ഇൻഫ്ലുവൻസ് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ബിസിനസ് ഇക്വേഷൻ യൂസ് ചെയ്ത് പറഞ്ഞിരുന്ന ഡിസ്കഷനിൽ ഇൻഫ്ലുവൻസ് ബൾബ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസ് ബൾബ് ഡീപ്പാണെന്നുണ്ടെങ്കിൽ അത്രയും ഡെപ്തിലെങ്കിലും സോയിലിൻ്റെ നേച്ചർ നമുക്ക് അറിഞ്ഞേ പറ്റൂ. നേരെ മറിച്ച് ചെറിയൊരു ഹെവി അല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ബൾബും അതിനനുസരിച്ച് ഷാലോ ആയിരിക്കും. അപ്പോൾ ആ ഡെപ്തിനകത്തുള്ള സോയിൽ പ്രൊഫൈൽ അറിഞ്ഞാൽ മതി നമുക്ക്. Depth of exploration should at least be equal to the depth at which the vertical stress is 20% of the load intensity. മേളിൽ നിന്ന് വരുന്ന ലോഡ് ഇൻറ്റൻസിറ്റിയുടെ 1/5 20% നിൽക്കുന്ന ഡെപ്തിൽ വെർട്ടിക്കൽ സ്ട്രെസ് നിൽക്കുന്ന ഡെപ്ത് വരെയെങ്കിലും യൂഷ്വലി ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എടുക്കുകയാണ് പ്രാക്ടീസിലുള്ളത്.
എങ്കിൽ മാത്രമേ നമ്മുടെ ഡിസൈൻ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഡിസൈൻ റിഫൈൻഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്ത് ഫൗണ്ടേഷൻ കൊടുക്കാം, എത്ര ബ്രെഡ്ത്തിൽ കൊടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അസർട്ടൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ തമ്പ് റൂൾസ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്നാപ്ഷോട്ട് തന്നെയാണ്. ഡെപ്ത് ഇസ് ഈക്വൽ ടു 1.5 ടൈംസ് വിഡ്ത്ത് ഫോർ എ സ്ക്വയർ ഫൂട്ടിംഗ്. ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ് വരുന്നത് എങ്കിൽ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ലെവൽ എവിടെയാണോ അതിൽ നിന്നും 1.5 ടൈംസ് ബി താഴേക്ക് എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ബ്രെഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് 4 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 4 × 1.5 6 മീറ്റർ ബിലോ ദ ഫൂട്ടിംഗ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. And 1.5 times the width of a strip footing below it. Strip footing ആണെങ്കിലും സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിൽ നിന്നും 1.5 ടൈംസ് ബ്രെഡ്ത്ത് താഴേക്ക് പോയിരിക്കണം. പൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ്സ് എ പൈൽ ഗ്രൂപ്പ് 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ പൈൽ ഗ്രൂപ്പ്. പൈൽ ഗ്രൂപ്പിൻ്റെ വിഡ്ത്ത് എത്രയാണോ 1.5 ടൈംസ് ദാറ്റ് വിഡ്ത്ത് ഷുഡ് ബി എക്സ്പ്ലോർഡ് ഇൻ കേസ് ഓഫ് എ എൻ ബെയറിംഗ് പൈൽ. എൻ ബെയറിംഗ് പൈൽ നമ്മൾ പറഞ്ഞിരുന്നു റെസിസ്റ്റ് ചെയ്യുന്ന ലെയറിലായിരിക്കും ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ എവിടെയാണോ റെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ താഴേക്ക് 1.5 ടൈംസ് ബ്രെഡ്ത്ത് ഓഫ് ദ പൈൽ ഗ്രൂപ്പ് എക്സ്പ്ലോർ ചെയ്യണം. And 1.5 times the width for the lower third portion from the lower third portion for the pile groups of friction pile. ഫ്രിക്ഷൻ പൈലാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ പൈലിൻ്റെ എൻഡ് അവിടെ നിന്ന് മേളിലേക്ക് 1/3 ഓഫ് ദാറ്റ് പൈൽ ലെങ്ത് മാറുക. ആ ലെവലിൽ നിന്നും താഴേക്ക് 1.5 ടൈംസ് ദ ബ്രെഡ്ത്ത് മാറുക. എൻ ബെയറിംഗ് ആണെങ്കിൽ താഴെ മുതൽ 1.5ഉം സൈഡ് ഫ്രിക്ഷൻ പൈലാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മേളിലേക്ക് D/3 ലെങ്ത് ഓഫ് ദ പൈലിൻ്റെ 1/3 മേളിലേക്ക് മൂവ് ചെയ്യുക. ആ ലെവലിൽ നിന്നും താഴേക്ക് 1.5 ബി എക്സ്പ്ലോർ ചെയ്യുക. ഓൾസോ 1.5 ടൈംസ് ദ ബേസ് വിഡ്ത്ത് ഫോർ റീറ്റെയിനിങ് വാൾസ്. റീറ്റെയിനിങ് വാളിന് വേണ്ടിയിട്ടാണ് സോയിൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ റീറ്റെയിനിങ് വാളിൻ്റെ ബ്രെഡ്ത്ത് ബേസ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1.5 ടൈംസ് ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് താഴേക്ക് എക്സ്പ്ലോർ ചെയ്യണം, എക്സെട്ര. ആൻഡ് ഫോർ എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് depth of exploration is roughly given as c times s⁻⁷, where c is a constant equal to 3 for light or narrow buildings and 6 for heavy or wide buildings. S is the number of stories. So c into s⁻⁷ ആണ് ഒരു empirical equation to arrive at the depth of the foundation, depth of exploration, D. For foundation resting on rock, it should penetrate the rock for at least 3 meters. Usually in practice 3 meter penetration ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ചില കേസുകളിൽ ഇത് സോക്കറ്റ് ചെയ്യുന്ന മേ ബി 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഒക്കെ ഉള്ളൂ. നമ്മുടെ ഇൻറ്റൻഷൻ റോക്കാണ് എന്ന് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മീറ്റർ എങ്കിലും പെനിട്രേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം. ചില കേസിൽ ബോൾഡേഴ്സ് ആയിരിക്കാം, നമ്മൾ റോക്കാണെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന സംഗതി വലിയ കല്ലുകളായിരിക്കാം. അപ്പം കല്ലല്ല, റോക്ക് തന്നെയാണ് എന്ന് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഗോ 3 meter penetration. And for road construction വേണ്ടിയിട്ടാണെങ്കിൽ depth is almost 2 meter or equal to the height of the fill, whichever is greater. And for gravity dams, depth of exploration is twice the dam height. ഈ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം തന്നെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് മാത്രമേ തരുന്നുള്ളൂ, ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഈ ചോയ്സ് ഓഫ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി എൻജിനീയറിംഗ് ജഡ്ജ്മെൻറ്റ്. സൈറ്റിലെയും ഡിസൈൻ എൻജിനീയേഴ്സിൻ്റെയും ജഡ്ജ്മെൻറ്റും അവരുടെ പ്രാക്ടിക്കൽ നോളജ് ബേസ് ചെയ്തിട്ട് ദിസ് ക്യാൻ വേരി. ബട്ട് ഒരു ഗൈഡ് ലൈൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻസ് ഫോളോ ചെയ്യാം. ഇനി ഗൈഡ് ലൈൻസ് ഫോർ സ്പേസിങ് ഓഫ് എക്സ്പ്ലോറേഷൻ. തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് വരെ പറഞ്ഞിരുന്നത് എത്ര ഡെപ്തിൽ പോകണം എന്നുള്ളതാണ്. സ്പേസിങ് എത്ര, അതായത് ഒരു സൈറ്റിൽ എത്ര സ്പേസിങ്ങിൽ നമുക്ക് സോയിൽ സാമ്പിളിങ് എടുക്കണം എന്നുള്ളത്. എഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയേഷൻ ഓഫ് ദ സ്ട്രാറ്റ ആൻഡ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സ്ട്രാറ്റ വേരി ചെയ്യുന്നുള്ളത് എത്രയാണോ അതിനനുസരിച്ച്. ആൻഡ് എഗെയിൻ തമ്പ് റൂൾ എന്ന് പറയുന്ന പോലെ തന്നെ ഫോർ എ സ്മോൾ ബിൽഡിംഗ് 1 borehole at the center of the plot is sufficient. And at least 5 boreholes for buildings covering an area of 0.4 hectare, 1 at the center and 4 at the corners. For multi-story buildings, boreholes at
all corners and at important locations at about 20 meter spacing. 150 to 300 meter spacing along the alignment for highways. ഹൈവേയുടെ സോയിൽ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്പേസിങ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 150 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ സ്പേസിങ്ങിലായിരിക്കും എക്സ്പ്ലോറേഷൻ, സോയിലിൻ്റെ ബോർഹോൾ എക്സ്പ്ലോറേഷൻ നടത്തുന്നത്. ഇനി 40 മീറ്റർ ടു 80 മീറ്റർ ഫോർ ഡാംസ് സ്പേസിംഗ് ആണ്, 40 മീറ്ററോ 80 മീറ്ററോ അലോങ് ദ ഡാംസ് ലൈൻ. ഇത്രയും ഗൈഡ് ലൈൻസ് ഡെപ്തിനെ കുറിച്ചും സ്പേസിങ്ങിനെ കുറിച്ചും തന്നിട്ടുണ്ടെങ്കിൽ തന്നെയും എവ്രിതിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈറ്റ് കണ്ടീഷൻ. സൈറ്റിലെ അവസ്ഥ പ്രിസൈസ് ആയിട്ടോ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ടെങ്കിലും ഒരു എഞ്ചിനീയറിൻ്റെ പ്രസൻസിൽ അസേർട്ടൻ ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ സോയിൽ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം നടത്തുന്നത്, സ്പേസിംഗ് ആണെങ്കിലും ഡെപ്ത് ആണെങ്കിലും. സോ എവ്രിതിങ് ഇൻവോൾവ്സ് ആൻ എഞ്ചിനീയറിംഗ് ജഡ്ജ്മെൻറ്റ്. ഇനി മെത്തേഡ്സ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ. നമ്പർ 1, auger boring. Then you have wash boring, rotary drilling, percussion drilling, core boring, geophysical methods, and open pits and trenches, etc. ഇതിൽ സിലബസ് പ്രകാരം auger boring, wash boring and rotary drilling are involved. വേറെ മെത്തേഡ്സ് ഉണ്ട്, അതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. percussion drilling ഉണ്ട്, core boring ഉണ്ട്. geophysical methods അതും സിലബസിലുള്ളതാണ്. that comes to the later portion of this particular module. ഓപ്പൺ പിറ്റ്സ് ആൻഡ് ട്രെഞ്ചസ് അത് ഏറ്റവും സിമ്പിളാണ്. ഒരു കുഴി വെറുതെ എടുക്കുക, ആ എടുത്തിരിക്കുന്ന കുഴിയുടെ പ്രൊഫൈൽ നോക്കിയിട്ട് സോയിൽ പ്രൊഫൈൽ മനസ്സിലാക്കുക. സോ ഓഗർ ബോറിംഗ്, വാഷ് ബോറിംഗ്, റോട്ടറി ഡ്രില്ലിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് ഇനി അടുത്ത ക്ലാസ്സിൽ വരാനുള്ളത്.